CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. 72 വയസ്സായിരുന്നു. 2015 മുതൽ CPIM ജനറൽ സെക്രട്ടറിയാണ്. 12 വർഷം രാജ്യസഭാംഗമായിരുന്നു. നാളെ വൈകിട്ട് യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിലും ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകും. ബൽറാം നെടുങ്ങാടി, ഒപ്പം PP ജെയിംസ്, വിനീത VG എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, അദ്ദേഹം നാളുകളായി എയിംസിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതൽ അദ്ദേഹത്തെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഏപ്രിൽ 19-നും സജീവമായിരുന്നു കർമ്മരംഗത്ത്. അന്ന് അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരുന്നു, തൻ്റെ മറ്റ് ജോലികളിൽ മുഴുകിയിരുന്നു. അതിനുശേഷം SFI കേന്ദ്ര ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് അത് അലോട്ട് ചെയ്തിരിക്കുന്നത്. 36 കാനിംഗ് ലൈനിലെ വസതിയിൽ അദ്ദേഹം എത്തി. അതിനുശേഷം സോണിയാഗാന്ധിയുമായി അദ്ദേഹം അന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില കണ്ട് അദ്ദേഹം കടുത്ത പനി ബാധിച്ച് അദ്ദേഹം മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം സോണിയാഗാന്ധിയെ അറിയിക്കുകയും തുടർന്ന് സോണിയാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹം പിന്നീട് എയിംസിലേക്ക് ചികിത്സയിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആശുപത്രി കിടക്കയിൽ ആയിരുന്ന ഘട്ടത്തിൽ പോലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓഗസ്റ്റ് 22-ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു കൊൽക്കത്തയിൽ. എന്നാൽ അതിന് കഴിയാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അതിനായി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ആ പരിപാടിയിൽ സംസാരിച്ചത്. ആ സംഭാഷണത്തിൽ തന്നെ അദ്ദേഹം താനും സമാനമായി ബുദ്ധദേവിന് സംഭവിച്ചതുപോലെ തന്നെ സമാനമായി തനിക്കും ശ്വാസകോശ അണുബാധയാണ് ഏറ്റിരിക്കുന്നത് എന്നും താനും ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ്, എന്നാൽ ഉടൻ തന്നെ ഇവിടെ നിന്നും രോഗം മാറി പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം ആ സന്ദേശത്തിൽ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടർന്ന് കൂടുതൽ മോശമാകുന്ന അവസ്ഥയിലേക്കാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലങ്സിൽ മാത്രമായിരുന്നു അണുബാധ ഏറ്റിരുന്നത് എങ്കിൽ പിന്നീട് 2 ലങ്സിലേക്കും അണുബാധ ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന് ഓക്സിജൻ ഉൾപ്പെടെ നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയും കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം മാറുകയും ചെയ്തത്. വിദേശത്ത് നിന്നടക്കമുള്ള മരുന്നുകൾ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ മരുന്ന് ഉപയോഗിക്കുകയും ഡോക്ടർമാർ ഇന്ന് രാവിലെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് പിന്നീട് ഇന്ന് വൈകിട്ട് 3:05-നാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. എയിംസ് ആശുപത്രിയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മരിക്കുന്ന ആ സമയത്ത് പാർട്ടി നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എയിംസിലെ തന്നെ അനാട്ടമി വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മൃതദേഹത്തിന്റെ എംബാമിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇന്ന് രാത്രി എയിംസിലെ മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. നാളെ വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലുള്ള വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാത്രിയും മൃതദേഹം അവിടെയായിരിക്കും. മറ്റന്നാൾ രാവിലെയാണ് പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുന്നത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പൊതുദർശന ചടങ്ങ് നടക്കുക. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം തിരിച്ച് എയിംസ് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കും. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം അനുസരിച്ചാണ് ഈ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുന്നത്. അദ്ദേഹത്തിന്റെ
കുടുംബവും അത് അംഗീകരിച്ച് മൃതദേഹം കൈമാറാൻ എന്ന് അറിയിച്ചതായി എയിംസിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നിരക്കാകെ ഊർജവും ഉപദേശവും ഏത് ഘട്ടത്തിലും സാധ്യമാക്കിയിരുന്ന ഒരു നേതാവ്, പാർട്ടികളെ തമ്മിൽ കൂട്ടിയിണക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യക്തിബന്ധം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ളവയുമായി വ്യക്തമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കഴിവായി മാറിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനം തന്നെയായിരുന്നു. 7 ഭാഷകളിൽ അനായാസമായി സംസാരിക്കാനും എഴുതാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തമിഴും തെലുങ്കും ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും അടക്കമുള്ള ഇന്ത്യയിലെ 7 ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 2015 അദ്ദേഹം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ച് ജനറൽ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്ന ഘട്ടത്തിൽ തന്നെ തൻ്റെ ഭാഷാ സ്വാധീനം അദ്ദേഹം തെളിയിച്ചിരുന്നു. ആ വേദിയിൽ തന്നെ അദ്ദേഹം ഈ 7 ഭാഷകളിലും അദ്ദേഹം സംസാരിച്ചിരുന്നു. മലയാളമടക്കമുള്ള മറ്റ് 3ഓളം ഭാഷകൾ തനിക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം പൂർണ്ണമായി തന്നെ മനസ്സിലാകും എന്നും അദ്ദേഹം പറയുമായിരുന്നു. അതേസമയം മലയാളത്തിൽ സംസാരിക്കാൻ കഴിയാത്തത് അദ്ദേഹം ഒരു വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. എങ്കിലും പൂർണ്ണമായും മലയാളം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്. ഈ ഭാഷാ സ്വാധീനം പല ഘട്ടങ്ങളിലും പല ചർച്ചകളിലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ 2 സർക്കാരുകളെ രൂപീകരിക്കുന്നതിൽ, ആ സർക്കാരിൻ്റെ നയപരിപാടികൾ, കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഐക്യമുന്നണി സർക്കാരിനും 1ാം UPA സർക്കാരും രൂപീകരിച്ചതിൽ, പൊതു മിനിമം പരിപാടി സൃഷ്ടിച്ചതിൽ അദ്ദേഹം അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സീതാറാം യെച്ചൂരിയായിരുന്നു ഈ രേഖകൾ, പൊതു മിനിമം പരിപാടി രൂപപ്പെടുത്തിയത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ സാഹചര്യങ്ങൾ പലതവണ കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രാദേശികമായ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലും ഇടപെടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നേരത്തെ കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കോൺഗ്രസിന് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പിന്നീട് ഫലപ്രദമായി നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കൾ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കൂടാതെ തേജസ്വി യാദവ് അടക്കമുള്ള നിരവധി നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമായ ഘട്ടങ്ങളിൽ തേടിയിട്ടുണ്ട്. ഇവരെല്ലാവരുമായി തന്നെ ഒരുപോലെ ബന്ധം അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. തൻ്റെ ഈ ജീവിതത്തിൽ തന്നെ ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് എന്നത് അദ്ദേഹം പെരുമാറ്റത്തിലൂടെ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രിയോടായാലും AKG ഭവനിലെ മുന്നിലെ സാധാരണക്കാരനായ ഒരു കളിക്കുന്ന കുട്ടിയോടായാലും ഒരേ ഭാഷയിൽ ഒരുപോലെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം വ്യക്തമാക്കുന്നത്. ആ ഒരു മഹാനേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നല്ല രാജ്യത്തിന് തന്നെ നഷ്ടമായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം തുടരുക. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.